ആഗോള വാഹന നിർമ്മാതാക്കളെ പിന്നിലാക്കി 2025 ഇന്ത്യൻ കമ്പനികളായ മഹീന്ദ്രയും ടാറ്റ മോട്ടോഴ്സുമാണ് വിപണിയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തിയത്. ബ്രാൻഡ് പാരമ്പര്യത്തെക്കാൾ ഉപരിയായി വാഹനങ്ങളുടെ സുരക്ഷ, വിശ്വാസ്യത, പരിപാലന ചെലവ് എന്നിവയ്ക്ക് ഉപഭോക്താക്കൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ തെളിവ് കൂടിയായി ഈ മുന്നേറ്റം. സാങ്കേതിക തികവും മെക്കാനിക്കൽ കരുത്തുമുള്ള വാഹനങ്ങൾ ഉപയോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് വിപണിയിൽ ലഭ്യമാക്കാനായതും ഈ കമ്പനികൾക്ക് നേട്ടമായി. മാരുതി സുസുക്കിയാണ് ഒന്നാമതെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനുമായി അത്ര സന്തോഷത്തിലല്ലെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ ഉയർന്ന തിരിവ് മാറ്റുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ വീഴ്ത്തിയതിനു പിന്നാലെ 5 കോടി ബാരൽ വരെ വെനിസ്വേലൻ എണ്ണ ആഗോള വിപണിയിൽ വിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടുതലായി ക്രൂഡ് ഓയിൽ വിപണിയിലെത്തിയാൽ എണ്ണവില $55-52 താഴുമെന്നാണ് കരുതുന്നത്. തുടർച്ചയായി 3-ാം വർഷവും 1 കോടി യാത്രക്കാർ സഞ്ചരിച്ച വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കി സിയാൽ. 2025 ജനുവരി-ഡിസംബർ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.85% വർധനവോടെ 1,15,19,356 യാത്രക്കാരാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ പറന്നത്. സംസ്ഥാനത്ത് മാറിമറിഞ്ഞ് സ്വർണ്ണവില. രാവിലെ ഗ്രാമിന് 60 രൂപ ഉയർന്ന് വ്യാപാരം ആരംഭിച്ച സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം 110 രൂപ കുറഞ്ഞു. ഇതോടെ സ്വർണ്ണവില പവന് 1,01,400 രൂപയിലെത്തി. വെള്ളിവില ഗ്രാമിന് 265 രൂപ എന്ന പുതിയ റെക്കോർഡ് തൊട്ടു. സെൻസെക്സും നിഫ്റ്റിയും ഇന്നും ഇടിവിൽ. ഉച്ചകഴിഞ്ഞുള്ള സെഷനിൽ നിഫ്റ്റി 26,095 എന്ന നിലവാരത്തിലെത്തി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിദേശ ഫണ്ടുകളുടെ പുറത്തേക്കുള്ള ഒഴുക്കുമാണ് വിപണിക്ക് തിരിച്ചടിയാകുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനംഓൺലൈൻ.com